വാങ്ങരുത് വാങ്ങരുത് ഈ 200 ഉറുപ്പ്യ ഉള്ളൂ. അപ്പൊ ആശിക കാരണം മുടി വെട്ടിയാ മാറുന്നതല്ല. അപ്പൊ ഞങ്ങൾ മുടി വെട്ടാൻ പോവാ അല്ലേ? പിന്നെ എന്റെ മൂത്തച്ഛൻ്റെ കൈമേല് പണിയായാലും കഴിഞ്ഞ് നിൽക്കുകയാണ്. സ്റ്റോപ്പ് കുഴപ്പമില്ല. കൊറേ നാളിന് ശേഷം എന്റെ കാറിന്റെ 4 ടയറും ഒന്ന് ഇങ്ങനെ ഇരുന്നു ഗൈസ്. 70 കിലോ 50 കിലോ 70 കിലോ 20 കിലോ. സ്കൂളിൽ പോയിക്കാട്ടെ എന്റെ അമ്മ ഇതിൽ കൊള്ളൂല അല്ലേ നമ്മള് നിറഞ്ഞു എടുക്കുന്നു. ടൗസറില്ലാണ്ട് അപ്പൊ നമ്മളെ മോളെ ഇടയ്ക്ക് മോൾ ഇപ്പം വരുവോളോ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ട് മാമനെ കാറിന്റെ അകത്തുനിന്ന് മീശ വരുന്നു. ഓ എന്തൊക്കെയോ കളി കളിച്ചതാ വരുന്ന മഴ പെയ്യുന്നു. എന്താ മൂക്കുമ്പോ ഇനിയുണ്ട്. ഓള് കാറിന്റെ മോളിൽ ഒരു സാധനം അതായത് സ്റ്റാരിങ് തിരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ പിടിച്ച് തിരിക്കുന്ന ആ പിടിച്ചു വലിച്ചു വായലിട്ട് മിണ്ടരുത് മിണ്ടരുത്. രസ്യാമൻ അടുത്തേക്ക് പോവാൻ മാമൻ ഉമ്മ എടുക്കാട്ടോള് നേക്കോട് കണ്ടാട്ട് കിട്ടുട്ടോ ഉമ്മ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചൊരു ടൂർ പോവാണ് കൊറേ കാലത്തിന് ശേഷം. നമ്മളെല്ലാം അന്ന് നമ്മള് ലാസ്റ്റ് പോയത് എങ്ങോട്ടേക്ക് ജൂത്താത്ത അല്ല ഇവിടെ നമ്മളെപ്പോഴും പോണ സ്ഥലം കാപ്പാട്. ഭ്രാന്തുണ്ടോ? അവിടെ പറഞ്ഞാല് പിന്നെ അവിടെ ഉള്ള ഒരു സ്കൂളിൽ പോകൂല. ഓരോടൊന്നും ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ എങ്ങോട്ടാ പോണെന്നുള്ളത്. അപ്പൊ ജൂത്താ തന്നെ ഞാനൊന്ന് കൊറേ കാലായി ജൂത്താനോട് പറയുന്നു എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോടോ, എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോടോ. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോണോന്നുണ്ടെങ്കിൽ എന്റെ അളിയനും എന്റെ മൂത്തച്ചും കനിയണം കേസ്. പക്ഷെ അങ്ങനെ ഒന്നും ഐസു എന്താ പാട്ടിടുന്നേ? അല്ല ഓല കാറിൽ പോകുമ്പോ ശിവ ഗുണ്ട, നമ്മളെ കാറിൽ പോകുമ്പോ ഐസ് ഗുണ്ട. ഇന്നലെ ഐസിനെ പഞ്ഞി കിട്ടിയതാണ് ഇവര് ഇന്നലെ പോകുമ്പോ അല്ലേ? നീ ഐസോ ഇന്ന് പഞ്ഞി കിട്ടുന്നോ? എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞാടാ. എങ്ങോട്ടാ പോണേ? കുന്നുമ്മൽ ക്ലബ് ഡേ ഇവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ആക്കാണ്ട്. കുന്നുമ്മൽ ക്ലബ് ടൈലല്ലോ ക്ലബ് ഡേ അതൊരു സലൂണാണ്. ജെന്റ്സിന്റെതും ലേഡീസിന്റെതും കിഡ്സിന്റെതും കൂടിയുള്ള ഒരു ഫാമിലി. അപ്പൊ എല്ലാരും ഞാൻ ജൂത്താത്തിന്റെ ഹെയർ സ്റ്റൈല് കണ്ടിട്ട് പറഞ്ഞു എനിക്കൊന്ന് അന്നെ പോലെ ആവണം എന്ന് വിചാരിച്ച് അന്നപ്പോ അത് മുടി ഭയങ്കര കൊയ്യുന്നുണ്ട്. അപ്പൊ ഏതായാലും ആ മുടി കുറച്ച് കട്ട് ചെയ്തിട്ട് അടി കൊടുക്കാം. വണ്ടി പോയിട്ട് നമ്മൾ കൊടുക്കാം. അവിടെ അടിയായി പിടിയായി അടി. എന്റെ മോള് ഇതൊക്കെ പൊന്നിച്ചും താത്തിയും കളിക്കുകയാണ് കണ്ടില്ല. അപ്പൊ നമ്മള് മലപ്പുറം കുന്നുമ്മലിനുള്ള ഒരു സലൂണിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ആ സലൂൺ എവിടെയാണ്, അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്താന്നൊക്കെ നമ്മള് അവിടെ എത്തിയിട്ട് തരാം. ഓക്കെ വണ്ടിയാണ്. അപ്പൊ ഞങ്ങളിതാ മലപ്പുറം എത്തിക്കുന്നത്. മലപ്പുറം ആണല്ലേ? എങ്ങനെ നമ്മളൊന്നും പറയില്ലേ? എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? ഇങ്ങനെ മോതിര നല്ല രസമുണ്ട് അല്ലേ? അപ്പൊ സാറിന് 2 പവനുണ്ട്. 2 വേണ്ടരാ കളർ നോക്കി കാണിച്ചോ. അപ്പൊ എനിക്ക് ആവശ്യമുണ്ട് പൈസക്ക് നമുക്ക് എന്താ വേണ്ടി നമ്മള് ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിയതാ അല്ലേ? എല്ലാരും ഇതാ എണീറ്റതാണ്. ഇതാ കണ്ട നമ്മളെ ഐസുണ്ട്. ഐസ് ഇതാ ഐച്ചുട്ടാ. നമുക്ക് എന്താ വേണ്ടി? എന്ത് ജ്യൂസാ വേണ്ടി? എന്ത് ജ്യൂസാ വേണ്ടി? നമ്മൾ നേരത്തെ അതായത് ഷോപ്പിന്റെ പേര് പറഞ്ഞ, അതായത് സലൂണിന്റെ പേര് പറഞ്ഞ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ചേഞ്ച് അല്ല, നമ്മൾ ഷോപ്പ് കണ്ടില്ലേ, ഇപ്പോഴാണ് ഞാൻ ഷോപ്പ് കണ്ടത്. പേര് വായിച്ച് അതായത് ക്ലബ് ഡേ. ഞാൻ വേറെ എന്തോന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളെ സലൂൺ ഇതിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ സലൂണിലേക്ക് കയറുന്നതിന് മുന്നാടി ഞങ്ങൾക്കൊന്ന് വെള്ളം കുടിക്കാനൊക്കെ വിചാരിച്ചു. ഇവരൊക്കെ നല്ല ഉറക്കത്തിലേതാ, ഇപ്പോഴാണ് എണീറ്റത്. അതാ ഐസൂട്ടൻ അവിടെ നിന്ന് ഒളിച്ച് കളിക്കാട്ടാണ്. ഇങ്ങോട്ട് വാ കള്ളക്കളി എന്താ എനിക്ക്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ സലൂണിലേക്ക് പോലെ.
Guys, ഇതാണ് നമ്മളെ ക്ലബ് ഡേ എന്ന് പറഞ്ഞ സലൂൺ, യൂണിസെക്സ് സലൂൺ, കോസ്മെറ്റിക്, സ്റ്റീം ബാത്ത്, കോഫി ഷോപ്പ്. ഇതിനുള്ള കോഫി ഷോപ്പും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഫാമിലി സലൂൺ ആണ്. ഇവിടെ KGB കേരള ഗ്രാമീൺ ബാങ്കിന്റെ നേരെ മുകളിലാണ് ഈ ഷോപ്പ് വരുന്നത്. എന്നാ ഇറങ്ങൂ ഐസോ ബീരാൻ, വണ്ടിന്ന് ഇറങ്ങോ. ചെരുപ്പ് എടുക്ക, ടൗസർ എടുക്ക, ടൗസർ എടുക്കാത്തവരൊക്കെ ടൗസർ എടുക്ക. ആരാണ് എസ്ലി? എവിടാ? ആ കോലുമുട്ടായി തിരിച്ചല്ല മുമ്പര് പാത്തുമ്മ. അപ്പൊ നമ്മള് ഉള്ളിൽ കേറിയിട്ട് ബാക്കി കാണിച്ചു തരാം. ചൊല്ലിക്കോ. അത് ഹെയർ ഒന്ന് സ്ട്രൈറ്റിംഗ് ചെയ്യണം. പിന്നെ ഹെയർ ഒന്ന് പ്രശ്നല്ലടാ. അപ്പൊ ഹെയർ ഒന്ന് കട്ട് ചെയ്യാണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നൈസൂന സമയത്ത് ഞാനൊന്ന് അതായത് പഞ്ചവർണ്ണ തത്ത അടിച്ചതായിരുന്നു ഞങ്ങള് പണ്ട്. 3 കൊല്ലായില്ലേ? അവരവസ്ഥ എന്നെ കണ്ടിട്ട് ഒരാൾ പറഞ്ഞില്ല മുടിക്ക് നരച്ചു തുടങ്ങിയില്ലേ? ഞാൻ പറഞ്ഞു മുടി നരച്ചു വന്നിട്ട് കളർ ചെയ്തിട്ടത് ഇങ്ങനെ ആയതാണ്. പിന്നെ ഞങ്ങള് ഇവിടുന്ന് എസ്ലീന്റെ മുടിയും വെട്ട്, എസ്ലീന്റെ പഞ്ചവർണ്ണ തത്താക്കും, സിംബാബന്റെ എല്ലാരും മുടി ഒന്നും കേട്ടോ. ഞങ്ങളെ ബേക്കിലുള്ള എന്റെ മുടി ഇടക്കും തലക്കൊക്കെ ചെറുതായിട്ട് വെള്ള കളർ വന്നിട്ട് ഞങ്ങള് കറുപ്പ്. അങ്ങനെ പലതും ഉണ്ട്. പിന്നെ ഐസൂന് അവിടെ കാറ് കണ്ട സ്ഥിതിക്ക് പിന്നെ അവനിങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അങ്ങോട്ട് വന്നാലും നമ്മൾ ഓനെ ഉഷാറാക്കും. ഓക്കെ, ബാക്കിയൊക്കെ ഞങ്ങള് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അല്ല, അതിന്റെ മെയിൻ ആൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ വോൾടെക്സ് ചെയ്യാൻ, അപ്പൊ വോൾടെക്സ് ഇപ്പൊ പെർമനന്റ് ആയിട്ട് ഇപ്പൊ ചെയ്യണ്ടെന്നാ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു? പെർമനന്റ് ബ്ലോ ഡ്രൈ എന്നാ പറഞ്ഞത്. അതപ്പോ നമുക്ക് ഇനി ഇത് വാഷ് ചെയ്തിട്ട് ഇനി എന്താ പണിയുള്ളത്? പ്രൊസീജിയർ സ്റ്റാർട്ടാ. ഓക്കെ, അപ്പോൾ അതെന്താക്കാനുള്ള ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതൊക്കെ ഒന്ന് വിളിച്ച് അതിൻ്റെ മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ കേക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ന് നല്ല വാഷൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു വാഷൊക്കെ ചെയ്യട്ടെ. എന്തത് കമന്റ് പോരട്ടെ, കമന്റ് പോരട്ടെ, പോരട്ടെ കൂടെ. എന്താ താങ്കളുടെ ഉദ്ദേശം? ഞങ്ങളുടെ ഉദ്ദേശം അങ്ങനെയൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെയർ വെറുതെ നീണ്ടു പോവുക, അതൊന്ന് കട്ട് ചെയ്യണം. ഫുള്ളായിട്ട് ഇട്ടാള് മുട്ടച്ചി ആക്കാനോ? എന്താ രസപ്പത്തെ ട്രെൻഡാണ്. എത്ര ആക്കാനോ ഉദ്ദേശിച്ചത്? ഏതെങ്കിലും നല്ലൊരു ഹെയർ കട്ട് എടുക്കണം. പിന്നെ ഒന്ന് സ്ട്രൈറ്റിംഗ് പോലെ ഒന്ന് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ. വേറെ അതിന് കൂടുതലൊന്നുമില്ല. ഒക്കെ ശരി എന്നാട്ടാ. എന്റെ മുടിന്റെ അവസ്ഥ ചെയ്യണ്ടോ? ഇത്രേ ഉള്ളൂ. കണ്ടില്ലേ? കോലൊന്ന് മാറ്റിയെടുക്കാൻ പോകാം. അപ്പൊ എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരും. ബ്ലോ ഡ്രൈ പെർമനന്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഹെയർ കട്ടും ചെയ്യുന്നുണ്ട് അല്ലേ? ഈ കോളേജ് ടോട്ടലി ചേഞ്ച് ആക്കാൻ പോകാം. എന്റെ മുടിന്റെ അവസ്ഥ അപ്പൊ ഇത് ടോട്ടലി ചേഞ്ച് ആക്കിയിട്ട് ഞാൻ കാണിച്ചു. ഓക്കെ. അപ്പം ഗൈസ് ഞാൻ എന്താ ഹെയർ ഇത്രയാക്കിട്ടോ. ഹെയർ ഇത്രയാക്കാൻ കാരണം വേറെ ഒന്നല്ല, എൻ്റെ നീണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം നീണ്ട് വെറുതെ പോകുന്നങ്ങാടി ഇങ്ങനെ കൊഞ്ഞു പോകും. അപ്പം അതിനേക്കാളും നല്ലത് വെട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ വെട്ടിയപ്പോൾ അത് ഇത്രയാക്കിയിരിക്കുന്നത്. ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ഹെയർ ജസ്റ്റ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി കുറേ വേറെയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഏകദേശം കഴിഞ്ഞു. ജാബി ഇവിടെ ഉണ്ട്. ലേക്ക് പാപ്പം കൊടുക്കുക. ഇനിയിപ്പോ ഇനി ഒരു ക്രീമും കൂടി അപ്ലൈ ചെയ്യാണ്ട്. ഇപ്പൊ അയണിങ് കഴിഞ്ഞു. ഏകദേശം ഒരു കുന്നംകുളം നിത്യാമേനോന്റെ ലുക്കൊക്കെ ആയിട്ടുണ്ട്. സോറി മാന്ത അല്ല. അപ്പൊ ഇത് കഴിയാൻ ഇനി ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണം. ഇപ്പൊ സമയം 3 മണി. നമ്മൾ എത്ര മണിക്കാ വന്നത്? ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചിട്ടല്ലേ. ഇതിന്റെ ഹെയർ ഒക്കെ വെട്ടി നല്ല സെറ്റ് ആക്കി കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയപ്പോ ഇങ്ങനത്തെ കോലായിപ്പോ. ഇതിനെന്താ കുഴപ്പം? അടിപൊളിയായിട്ടല്ലോ. അടിപൊളിയായി. പിന്നെ എന്റെ മൂത്തച്ഛൻ്റെ കൈമേല് പണിയായതും ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റോപ്പ് കുഴപ്പമില്ല. ഇനി അടുത്ത് ഞങ്ങൾ എസ്ലീൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവും, കരിച്ചിലുണ്ടാവും. പിന്നെ സിംബാബൻ്റെത് കൊണ്ട് വെട്ടാൻ. ഓക്കെ, പോവാ. അപ്പം കേസ് ഞങ്ങൾ എസ്ലീൻ്റെ മുടി വെട്ടാൻ പോവാണ് കേട്ടോ. എസ്ലി അന്നൊക്കെ ഒരു വട്ടം മുടി വെട്ടാൻ നിന്നാ നിൽക്കുക. ഇന്ന് എന്താ അവസ്ഥ ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. മൂത്തമ്മൻ്റെ ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഭയങ്കര ജലദോഷം, മാറുന്നില്ല. അപ്പൊ ആശിക കാരണം മുടി വെട്ടിയാൽ മാറുന്നതല്ല. അപ്പൊ ഞങ്ങൾ മുടി വെട്ടാൻ പോവാ അല്ലേ?
നിന്ന് തരുമോ എന്തോ. അപ്പം ഗൈസ് ഇതാണ് നമ്മളെ ജെൻസിൻ്റെ സെക്ഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഫേഷ്യലും ഹെയർ കട്ടിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. ജെൻസിനും അതേപോലെ ബോയ്സ് കിഡ്സിനൊക്കെ ഉള്ള സെക്ഷനാണ് കേട്ടോ ഇവിടെ. പിന്നെ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അതേപോലെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി സലൂണാണ് കേട്ടോ ഇത്. എസ്ലീൻ്റെതേ വെട്ടിയിട്ടുള്ളൂ, സിംബാവിൻ്റെ വെട്ടിയില്ല. വീരാൻ്റെതും വെട്ടിയില്ല. കുറച്ച് കുറെ ദിവസമായി പറഞ്ഞ് വെൽക്കം വാഗലിൽ പോകണമെന്ന്. അപ്പൊ ഞങ്ങൾക്ക് നേരെ വെൽക്കം വാഗലിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുടിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് കാലം കൂടി ഇങ്ങനെ സെറ്റാക്കി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിടത്തുനിന്ന് 3 പ്രോഡക്റ്റും കൂടി വാങ്ങി കേട്ടോ. നമ്മളെ സ്മൂത്ത് സ്ട്രൈറ്റനിങ് ഷാമ്പൂ കേട്ടോ, ഷിയ ബട്ടറിൻ്റെ ഷാമ്പൂ, അതേപോലെ ഷിയ ബട്ടറിൻ്റെ ഹെയർ കണ്ടീഷണർ, പിന്നെ അതേപോലെ ഷിയ ബട്ടറിൻ്റെ പ്രൊഫഷണൽ സ്പ്ലിറ്റ് ആൻഡ് സിറം കൂടി വാങ്ങിക്കുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ മഞ്ചേരിയുള്ള വെൽക്കം വാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള കിഡ്സിൻ്റെ ഷോപ്പിലാട്ടുള്ളത്. ഓക്കെ, ഞങ്ങളെ ഉണാമട്ടിൻ്റെ ഷോപ്പാണ്, സ്വന്തം ഷോപ്പാണ്. ജിബുവിന് വാങ്ങണം, എസിലേക്ക് വാങ്ങണം, അതേപോലെ ഞങ്ങൾ ചെറിയ വീരാന് വാങ്ങണം. ഞങ്ങൾ ഉദ്ദേശിച്ച് ഓണം വരികയാണല്ലോ, അപ്പോൾ ഓണത്തിനുള്ള ഒരു ഡ്രസ്സ് കോമ്പോസ് ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇവിടെ ഉള്ള സൈസ് കുറച്ച് ചെറുതാല്ലേ. വലുത് ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഐസൂനെ നോക്കാനാ? ഏത് പറ്റൂല. ഒരു ലോഡ് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കുന്നത്. പക്ഷെ ഇതാ ഈ ഒരു സെക്ഷൻ ഉണ്ടോ, കിഡ്സിന്റെ ഒരു ടോയിന്റെ സെക്ഷൻ. അപ്പൊ ഐസ് കിടന്നു ഉറങ്ങുന്നതുകൊണ്ട് ഇതൊക്കെ ഇവിടെ പുതിയതായിട്ട് വന്ന സാധനങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഐസ് ഉറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും വാങ്ങുന്നില്ല. കാരണം ഒരു ലോഡ് എനിക്ക് ഞങ്ങൾ കഴിച്ചില്ല, ഐസ് ഉറങ്ങുന്നതുകൊണ്ട്. ചെറിയത് ആണോ ആണോ അസികാക്ക എന്നോട് കണ്ണോട്ട് വാങ്ങരുത് വാങ്ങരുത് എന്ന് പറയാം. ഒരുപാട് ഈ 800 ഉറുപ്പ്യ ഉള്ളൂ. ഇന്നലെ എത്ര പപ്പ വാങ്ങി തന്നിക്കുന്നു. ഇന്നലെ എത്ര കുപ്പി ഇന്നലെ വാങ്ങി കൊടുത്തിക്കണെന്നോ. വലിയ കുപ്പി വാങ്ങി അതിനെ കൊണ്ടാ പറക്കൂല. സാധനം കാണിച്ചോണ്ടാ ഊതിക്കൊടുത്തു. അപ്പൊ ഞങ്ങൾ സാധനം ഞങ്ങൾ കാണിച്ചു തരാം. ഇത് പറഞ്ഞു കൊടുത്തേക്ക്. ഇത് സിംബാവന്റെ, ഇതും സിംബാവ. ഇപ്പൊ പുതിയ കളക്ഷൻസ് കേട്ടോ അതൊക്കെ. നല്ല കുട്ടികൾക്ക് ഇപ്പൊ കോട്ടന്റെ. പിന്നെ നമ്മളെ കോഡ് സെറ്റ് വരുന്നത് നമ്മളെ ഐസൂനാട്ടോ കോഡ് സെറ്റ്. ഇത് അടിപൊളിയായിട്ട് കാണാൻ. ഞാൻ സിബു പെടുന്ന് ചെയ്തിക്കുന്നു. അന്നപ്പോ അത് കണ്ടപ്പോ ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ചു. ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ നന്നൂന് വാങ്ങിയതാട്ടോ ഒരു ടീഷർട്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളാണ്? 5 വയസ്സ് വരെയുള്ള കുട്ടികളാട്ടോ ഉള്ളത്. ഇത് നമ്മളെ എസിലേക്ക് ഉള്ളതാണ്. നബിദിനത്തിന് ഇടാൻ വേണ്ടിട്ട് വാങ്ങിയ. ഇത് ഫ്രണ്ട് ആണോ ബാക്ക് ആണോ? ഇത് ബാക്ക് അല്ലേ? ഇത് ബാക്ക്. നല്ല രസമുണ്ട്. ഇത് എയർ ബാൻഡ് ഒക്കെ വരുന്ന സൈസ് ആട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, അതാ എസിലേക്ക് നമ്മള് വേറെ ഒന്നും കൂടി. ഇത് ഇട്ടാൽ ഇറിറ്റേറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ ഇവിടെ ഒരു കോട്ടൺ ആണ് വരുന്നത്. കോട്ടൺ ആണ് ഉള്ളില് വരുന്നത് അല്ലേ. ബനിയൻ ക്ലോത്ത് ആണ് വരുന്നത്. പിന്നെ പുറമെ ബാക്ക് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. വേറെ കുത്തലോ കാര്യങ്ങളൊന്നും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. അപ്പൊ പിന്നെ വേറെ നല്ലൊരു സാധനം ഉണ്ട്. അത് എവിടെ പോയി? അതാ അല്ലല്ല ഇന്റെ മോന് എന്തൊക്കെ ബ്രഷ് വാങ്ങി. പിന്നെ നമ്മൾ ഫിംഗറിനെ കൊണ്ടുള്ള ബ്രഷ് വാങ്ങി. അതൊന്നും ഓനിടുന്നില്ല. പല്ല് തേക്കൂലാന്ന്. ഈ ഒരു സാധനം കൂടി എങ്ങനെ പല്ല് തേക്കാനോ? ഓന്റെ തള്ളച്ച് പല്ല് തേക്കൂല. ഇല്ല അങ്ങനെ തേക്കല്. അപ്പൊ ഈ ഒരു സാധനം ഞാൻ വാങ്ങിക്കുന്നു കേട്ടോ. ഇത് നല്ല ഞാൻ കുറെ വീഡിയോസിൽ അതായത് ഇത് തൊള്ളയിലേക്ക് ഇങ്ങനെ കുത്തി കേട്ടിട്ട് ഒന്നും ആവൊന്നുമില്ല. അത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കും. ആ വീഡിയോ നമ്മള് പിന്നെ കാണിക്കേണ്ട കേട്ടോ. പിന്നെന്താ വാങ്ങിയത്? പിന്നെ നമ്മള് ഐസിലേക്ക് ഒരു ചീർപ്പ് വാങ്ങിക്കുന്നത്. പിന്നെ ഇതിന് അടിയായിട്ടോ പഠിച്ചോനെ. ഇത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷനാണ്. പിന്നെന്താ സിവക്ക് കുറച്ച് റാഷസ് ക്രീമും പിന്നെ ചീർപ്പ്. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ ബെഡ് കാര്യങ്ങള്, ബേബീസിന്റെ ബെഡ്,
അങ്ങനത്തെ അതുപോലെ ഒക്കെ ഉണ്ട്. packing, പിന്നെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ set സാധനം ആക്കിയിട്ടുണ്ട്. പിയാനോ നോക്കാൻ പിന്നെ ഇവിടെ പിന്നെ ഉള്ളത് ഇൻസ്റ്റഗ്രാമില് വെൽക്കിട്ട വെൽക്കം വെൽക്കം ബാഗ് പേജില് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. കൊറിയർ ആയിട്ട് ഓരോ എല്ലാ സ്ഥലത്തേക്കും സപ്ലൈ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ആസിക്കാക്ക് പറഞ്ഞത്. ഒരുപാട് ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനും കമന്റിലൊക്കെ പിൻ ചെയ്ത് വെക്കട്ടോ. ഓക്കെ, നമ്മളെ ജീവു നമ്മളെ വെൽക്കം വാഗന്റെ ആളാണ്. മോഡലാണ് ഇവിടുത്തെ മോഡലാണ്. മോഡലാണ്. ഇവിടെ കിടന്നുറങ്ങിയ മോഡലല്ലത്. അതെ, ഇവിടെ കണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. എന്തൊക്കെ അവിടെ കണ്ടിക്കണേ, എന്തെങ്കിലൊക്കെ എടുക്കണം അവർക്ക്. അവിടെ താടിയിട്ട് പോയി. ഓക്കെ, ഞാൻ ബേക്കാക്കിക്കോളും. ഈ ജിബുവിന് വാങ്ങിയ വണ്ടി ഇതവിടെ എടാ, ജിംബാബക്ക് വാങ്ങിയ നമ്മള് കാലുണ്ടായി വാങ്ങിയത്, മറ്റേ ഉന്തി കൊണ്ടുവന്ന് ആണോ?